പങ്കാളിയെ ക്രൂരമായി മർദ്ദിച്ച യുവമോർച്ച നേതാവ് കസ്റ്റഡിയിൽ. യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനാണ് പിടിയിലായത്. മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. ദേഹം മുഴുവൻ മർദ്ദനമേറ്റ പാടുകളുമായി യുവതി മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, എന്തിനാണ് ഇയാൾ മർദ്ദിച്ചത്? ആര്യ, കഴിഞ്ഞ 5 വർഷമായി ഇവർ ലിവിംഗ് ടുഗദർ റിലേഷനിലായിരുന്നു എന്ന വിവരമാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്നത്. ഈ 5 വർഷക്കാലവും അതിക്രൂരമായ പീഡനമാണ്, മർദ്ദനമാണ് ഈ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത്. യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഗോപു പരമശിവനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ഇവർ ഒന്നിച്ചായിരുന്നു താമസം. ഈ ബ്രൂട്ടലായ അറ്റാക്ക് തന്നെയായിരുന്നു ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. ജീവിതം മടുത്ത ഒരു ഘട്ടത്തിലാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. പെൺകുട്ടി ഇറങ്ങിപ്പോയപ്പോൾ ഗോപു പോലീസ് സ്റ്റേഷനിലെത്തി ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പെൺകുട്ടിയെ ബന്ധപ്പെടുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് രാവിലെ വരാമെന്ന് കുട്ടി അറിയിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷമാണ് ശരീരത്തിലെ മുറിപ്പാടുകൾ ഈ പെൺകുട്ടി പോലീസിനെ കാണിക്കുന്നത്. കണ്ടാൽ ഞെട്ടിക്കുന്ന നിലയിലുള്ള പരിക്കുകളാണ് ആ പെൺകുട്ടിക്ക് ശരീരമാസകലം ഏറ്റിരിക്കുന്നത്. മൊബൈൽ ചാർജർ ഉപയോഗിച്ച് അതിക്രൂര മർദ്ദനമാണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നേരിടേണ്ടി വന്നത്. ഈ കേബിൾ പൊട്ടുന്നതോളം ഇയാൾ തല്ലും. ഇത്തരത്തിലുള്ള മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചും ഈ വസ്തു പൊട്ടുന്നത് വരെ ഇയാൾ ശരീരത്തിൽ ക്രൂരമായി മുറിവേൽപ്പിക്കുമെന്നതാണ് ഈ പെൺകുട്ടി പോലീസിന് മുൻപിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇയാളുടെ മർദ്ദന കാരണം എന്നത് പറയാൻ പെൺകുട്ടിക്ക് കഴിഞ്ഞിട്ടുമില്ല. കാരണം എന്തിനാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടതെന്ന് അറിയാതെ ക്രൂരമായ മർദ്ദനമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പെൺകുട്ടി ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടി നേരത്തെ വിവാഹിതയാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. ഈ മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ ആ കുട്ടികളെ ഉപദ്രവിക്കും. അവരുടെ മുൻ ഭർത്താവിനോടൊപ്പമാണ് കുട്ടികൾ ഉള്ളത്. ആ കുടുംബത്തെ ഉപദ്രവിക്കുമെന്നെല്ലാം ഇയാൾ ഭീഷണിപ്പെടുത്തുമായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കാണുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്നത് ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ പരിക്കുകളാണ്. പുറത്ത് ആസകലം ചോര കല്ലിച്ച് കിടക്കുന്നത് കാണാം. മൊബൈൽ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് വളരെ ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതുപോലെ കാലിന്റെ തൊടയിലെല്ലാം തന്നെ ചോര കട്ട പിടിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അത്രയും ക്രൂരമായ മർദ്ദനം ആ പെൺകുട്ടി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് ശരീരത്തിലെ ആ പാടുകളിൽ നിന്ന് തന്നെ വ്യക്തമാകും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അവരെ മെഡിക്കലിന് വേണ്ടി പുറത്തേക്കിറക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതി ഇപ്പോൾ ഇവിടെ മരട് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 5 വർഷക്കാലം അതിക്രൂര പീഡനമാണ് ഈ ലിവിംഗ് ടുഗദർ റിലേഷനിൽ ഈ പെൺകുട്ടി കേൾക്കേണ്ടി വന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. ആര്യ.